സേവനരംഗത്ത് പുത്തൻ കാൽവെപ്പുമായി കണ്ണൂരിൽ തീയ മഹാസഭ. തീയ മഹാസഭയുടെ സമുദായ കൂട്ടായ്മയും ആംബുലൻസ് സേവനത്തിൻ്റെ ഉദ്ഘാടനവും കണ്ണൂരിൽ നടന്നു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമുദായിക കൂട്ടായ്മയാണ് തീയ മഹാസഭ. എന്തായാലും സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും, ഇതൊരു തീയ മഹാസഭ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും അവശരായി കിടക്കുന്ന ആളുകളെ, അതാണ് ഏറ്റവും ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു കൊടുക്കുന്നത്. നമ്മുടെ അതിൽ ഉള്ള ആളുകളെ, അവശരായിട്ടുള്ള പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്ന ആളുകളെ, ദുരിതമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ആ ദൗത്യമൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് തീയ മഹാസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീയ മഹാസഭ ജില്ലാ പ്രസിഡന്റ് MD പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ അസോസിയേഷനെ പറ്റി ഇവിടെ പങ്കെടുത്തുള്ള ചിലർക്കും അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കാത്ത പലർക്കുമുള്ള ഒരു സംശയം, ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒരു സംഘടനയും എന്തിനു വേണ്ടി എന്നതാണ്. വളരെ വ്യക്തമായി പറയാം, ഈ ഒരു പ്രസ്ഥാനം മറ്റൊരു ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ആർക്കും തന്നെ എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഉത്തരമേഖല DIG GH യതീഷ് ചന്ദ്ര മുഖ്യാതിഥിയായിരുന്നു. ട്രാക്കിംഗ് സിസ്റ്റം വേണം, ആ ഒരു ലൊക്കേഷൻ, ആൻഡ് ദെൻ യു ഷുഡ് ടാഗ് അലോങ് വിത്ത് ദാറ്റ് പോലീസ്. ഞങ്ങളുടെ സംവിധാനം ഉണ്ടല്ലോ, എമർജൻസി റെസ്പോൺസ്. ബിക്കോസ് ഞങ്ങൾ ഫയർ എഞ്ചിൻ വേണമെങ്കിൽ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, ആംബുലൻസ് വേണമെങ്കിൽ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, ആവശ്യം അനുസരിച്ചിട്ട് അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ആ ഒരു സംവിധാനം എനിവേ വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ കൂടുതൽ സമയമൊന്നും എടുക്കാൻ പോകുന്നില്ല. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഫ്രം ദിസ് മഹാസഭ, ദാറ്റ് യു ഹാവ് ഡൺ എ എക്സ്ട്രീംലി ഗുഡ് ജോബ്. നല്ല കാര്യം തന്നെയാണ്. ഇനി വരേണ്ട ദിവസങ്ങളിൽ ഇനി കൂടുതൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യണം. തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. തീയ മഹാസഭ ഒരു രാഷ്ട്രീയത്തിലും ഞങ്ങൾ വിശ്വസിക്കുക, എല്ലാവർക്കും രാഷ്ട്രീയ വിശ്വാസമുണ്ട്. പക്ഷെ ഒന്നിനും ഒരു രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ഈ മഹാസഭക്കകത്ത് രാഷ്ട്രീയമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിയിൽ വിശ്വസിച്ചോളൂ. ഇവിടെ തീയൻ എന്ന സമുദായ സ്പിരിറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. തീയ മഹാസഭയുടെ ആഭിമുഖ്യത്തിലുള്ള ആംബുലൻസ് സേവനത്തിന്റെ ഉദ്ഘാടനം DIG യതീഷ് ചന്ദ്ര നിർവഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. DIG യതീഷ് ചന്ദ്ര ഉപഹാരങ്ങൾ നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ എഞ്ചിനീയർ KM ഗംഗാധരൻ, ജീവകാരുണ്യ പ്രവർത്തകൻ പറശ്ശിനി മടപ്പുരയിലെ NP വിനോദ് കുമാർ, ഹിഷാംസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ C മുഹമ്മദ് ഹിഷാം, സദേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനി MD K സജീവൻ, വ്യവസായ സംരംഭകയും മട്ടന്നൂർ ജിജ മാർബിൾസ് MDയുമായ ജിജ ചന്ദ്രൻ എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. തളാപ്പ് ഭക്തി സംവർദ്ധനി യോഗം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ E ബീന, അർച്ചന വണ്ടിച്ചാൽ, തീയ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ DK രാജേന്ദ്രൻ, മമ്പറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മമ്പറം ദിവാകരൻ, NSS കണ്ണൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് MB ശ്രീജിത്ത്, കണ്ണൂർ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ AK കൃഷ്ണകുമാർ, തീയ മഹാസഭ സംസ്ഥാന ട്രഷറർ CK സദാനന്ദൻ, തീയ ക്ഷേമസഭ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലതീഷ് ഭരതൻ, ഭക്തി സംവർദ്ധനി യോഗം ഡയറക്ടർ PP ജയകുമാർ, ഗ്രാൻഡ് കൗൺസിൽ ചെയർമാൻ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ KM സ്കറിയാച്ചൻ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് കൂക്കിരി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
നഗരസഭ ജില്ലാ വനിതാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉഷ രാജീവ് സ്വാഗതവും ടി മിലേഷ് കുമാർ നന്ദിയും പറഞ്ഞു. തിരുവാതിര കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,